ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മൂലം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മൂലം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മനസ്സ് കൂടുതലും സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്നതാണ്. കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമാണ്. സാമ്പത്തിക കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് ഈ 2 മാസം. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ചു പോകുന്നതാണ്. അതോടൊപ്പം തന്നെ വാഹന യോഗങ്ങളും കാണുന്നുണ്ട്. ദീർഘനാളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനോ പൂർത്തിയാക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടൊരു മുന്നേറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഷെയർ ബിസിനസ്സിൽ ഏർപ്പെട്ട നഷ്ടത്തിന് ഇടവരുത്താനുള്ള സാഹചര്യമുണ്ട്. ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ദൃഢബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള സാഹചര്യം കാണുന്നു. ചില മൂലനക്ഷത്രക്കാർ വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും. കർമ്മരംഗത്തൊക്കെ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ട സാഹചര്യവും നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകാനുള്ള ഒരവസ്ഥയും കാണുന്നുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിൻ്റെതായിട്ട് മേലുദ്യോഗസ്ഥർ നിങ്ങൾക്ക് കൺഗ്രാജുലേഷനൊക്കെ തരാനുള്ള സാധ്യത കൂടുതലാണ്. മാതാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്ന സമയമാണ് ഈ 2 മാസം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മരംഗത്തെ ഉയർച്ച, ഒപ്പം തന്നെ ലാഭം, ശമ്പള വർധനവൊക്കെ കാണുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയപ്രതീക്ഷ നൽകുന്നൊരു വർഷമാണ് ഈ 2025. മാർഗതടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലുണ്ടായിരുന്ന നല്ല ജീവിതത്തിലേക്ക് പോകുന്നതിന് ഉണ്ടായിരുന്ന ചില മാർഗതടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടും. ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ യാത്രകളൊക്കെ, ദീർഘയാത്രകളൊക്കെ ഒരുവിധം ചില കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ട സാഹചര്യം കാണുന്നു. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിച്ചില്ല എങ്കിൽ പലവിധ വിപത്തുകളും ഉണ്ടാവുന്നൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. ചിലർക്കൊക്കെ വിദേശ ജോലി സ്വപ്നം കൊണ്ടിരുന്നവർക്കൊക്കെ അത് യാഥാർത്ഥ്യമാവുന്ന സമയമാണ്. വിദേശ ജോലിക്ക് യോഗം കാണുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് 5, 7, 10, 12, 15, 19, 24, 27, 30 എന്നീ തീയതികൾ 2025 വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശുഭകരമായിട്ട് കാണുന്നില്ല. ഈ തീയതികളിൽ ശുഭകാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. പൊതുവേ ഗുണകരമായ സമയമാണ്. ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാലോ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ പോകും. നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റുകൂട്ടാനുമായിട്ട് നിങ്ങൾ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. കരിനീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എള്ളുപായസം കഴിക്കുന്നതും ഗുണകരമാണ്. ഭഗവാന്റെ, അതായത് അയ്യപ്പൻ്റെ, ശാസ്താവിൻ്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ചു കഴിഞ്ഞാൽ ദോഷപരിഹാരമായിട്ട് ശാസ്താവ് കാര്യങ്ങളൊക്കെ ചെയ്തോളും. കഴിയാവുന്നതും എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ ശാസ്ത്ര ക്ഷേത്രത്തിൽ പോവുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നാളുകളുടെയും മറ്റ് മാസങ്ങളുടെയും വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.